നമസ്കാരം. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന 21 ആളുകൾ ആരൊക്കെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു രൂപമായിരിക്കുന്നു. ആരൊക്കെ മന്ത്രിമാരാകും എന്നുള്ളതിനെ കുറിച്ച് വിവരങ്ങൾ വളരെ കൃത്യമായി തന്നെ പുറത്തു വന്നിരിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ആളുകളൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാകും. എന്നാൽ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ടിരുന്ന ചില ആളുകളൊക്കെ പുറത്തു പോവുകയും ചെയ്യും. ആരൊക്കെയാണ് എന്നതിനെ കുറിച്ച് വിവരങ്ങൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഘടകകക്ഷി നേതാക്കന്മാരുടെ പത്രസമ്മേളനം അതൊക്കെ ലൈവായി ഇപ്പോൾ നമുക്ക് ചാനലുകൾ നോക്കിയാൽ കാണാൻ കഴിയും. എന്തായാലും വളരെയധികം പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ടിരുന്ന, എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരാളുടെ തിരിച്ചുവരവ് ഈ ഒരു മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം വളരെയധികം സന്തോഷം നൽകുന്നത് തന്നെയാണ്. മറ്റാരുടേതുമല്ല, അത് കെ മുരളീധരന്റെ തിരിച്ചുവരവാണ്. കെ മുരളീധരൻ 2004 വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു. അന്ന് KPCC പ്രസിഡന്റായിരുന്ന കെ മുരളീധരൻ KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് മന്ത്രിസഭയിൽ അംഗമായി. എന്നാൽ ജനവിധി തേടുന്നതിന് വേണ്ടി കെ മുരളീധരൻ എത്തിയത് വടക്കാഞ്ചേരിയിലേക്കായിരുന്നു. അവിടെ അദ്ദേഹത്തിന് കാലിടറി. CPIM-ന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന AC മൊയ്തീൻ അന്ന് കെ മുരളീധരനെ പരാജയപ്പെടുത്തി. AC മൊയ്തീനെ കുറിച്ച് അന്ന് അദ്ദേഹം വിജയിക്കണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വിശേഷണങ്ങൾ അന്ന് നൽകിയിരുന്നു. ഒരു തൊഴിലാളി കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്ന നേതാവാണ്, വലിയ സാമ്പത്തിക ശേഷിയില്ല, പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്നും ഉയർന്നു വന്ന ഒരു തൊഴിലാളി നേതാവ് എന്നൊക്കെയുള്ള ഒരുപാട് വിശേഷണങ്ങൾ AC മൊയ്തീൻ അന്ന് കൊടുത്തിരുന്നു. എന്തായാലും ആ AC മൊയ്തീൻ അന്ന് മുരളീധരനെ തോൽപ്പിച്ചു. വീണ്ടും വടക്കാഞ്ചേരിയിൽ നിന്ന് വിജയിച്ച് അദ്ദേഹം വന്നു. പിന്നീട് കുന്നംകുളത്തെത്തി, പിന്നീട് മന്ത്രിയായി. ഇന്നും AC മൊയ്തീൻ വിജയിച്ച് MLA ആയി നിൽക്കുകയാണ്. AC മൊയ്തീൻ ഒരിക്കലും മുരളീധരനെ തോൽപ്പിച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ നിലക്കും AC മൊയ്തീൻ മെച്ചപ്പെട്ടു. സാമ്പത്തികമായി നോക്കുകയാണെങ്കിലും AC മൊയ്തീൻ ഇന്ന് ഒരുപാട് മുകളിലാണ്. അദ്ദേഹത്തിന്റെ ആസ്തിയെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും അന്ന് മുരളീധരനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി മുരളീധരനെതിരെ ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള വ്യക്തിഹത്യകൾ, അധിക്ഷേപങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായി തന്നെ ഉണ്ടായിട്ടുണ്ട്. വളരെ മോശപ്പെട്ട ചില പേരുകൾ മുരളീധരനെതിരെ ചില ആളുകളൊക്കെ മുരളീധരന് ചാർത്തി കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അന്ന് ഒരുപാട് തെരുവ് യോഗങ്ങൾ വടക്കാഞ്ചേരി നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഈ തെരുവ് മീറ്റിങ്ങുകളിലൊക്കെ മുരളീധരനെ വളരെ മോശമായി അധിക്ഷേപിക്കുന്ന ഒരുപാട് പ്രസംഗങ്ങൾ ഇന്നും മനസ്സിലുണ്ട്. ആ മുരളീധരനാണ് 22 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് MLA ആയി ഇപ്പോൾ മന്ത്രിയാകും എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. തീർച്ചയായും കെ മുരളീധരനെ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ടുള്ള വകുപ്പ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് വൈദ്യുതി വകുപ്പ് തന്നെ മുരളീധരൻ കൈകാര്യം ചെയ്യും എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ആ വകുപ്പ് നല്ല രീതിയിൽ ഭരിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ ഈ ഒരു അവസരത്തിൽ നേരുകയാണ്. എന്തായാലും ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റു ചില വിവരങ്ങൾ കൂടെ മുരളീധരന്റെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. മുരളീധരൻ തിരിച്ചു വരണം, മന്ത്രിയാകണം, മുരളീധരനെ പണിത ആളുകൾക്കൊക്കെ കൃത്യമായി തിരിച്ച് ഒരു പണി കൊടുക്കാൻ കഴിയണം എന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ AC മൊയ്തീനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം അവർക്കെതിരെയുണ്ട്. പലർക്കെതിരെയും കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും കെ മുരളീധരൻ വന്നാൽ കരുവന്നൂർ ബാങ്കിൽ പിടികൂടുമോ, കണക്ക് തീർക്കുമോ എന്നൊരു ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത്. എന്തായാലും കെ മുരളീധരന്റെ ഒരു സ്വഭാവം അനുസരിച്ച് അദ്ദേഹം ഒട്ടും പുറകിലല്ല. ഒരു വിഷയത്തിന് പുറകെ പിടിച്ചാൽ ആ വിഷയത്തിനോടൊപ്പം നിന്ന് പരമാവധി എത്തിക്കാവുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് കെ മുരളീധരൻ. വാശിയുടെ കാര്യത്തിലൊന്നും ഒട്ടും പുറകിലല്ല. എന്നാലും കെ മുരളീധരന്റെ ഈ ഒരു തിരിച്ചുവരവ് AC മൊയ്തീനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തിരിച്ചടിയാകുമോ എന്ന ഒരു ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത്. കാരണം 2004 AC മൊയ്തീൻ മുരളീധരന് കൊടുത്ത ആ പണിക്ക് കൃത്യമായി തിരിച്ചൊരു പണി കെ മുരളീധരൻ കൊടുക്കുമോ എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്നല്ലാതെ ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോഴൊന്നും പറയാൻ കഴിയില്ല.